ഇപ്പോൾ മുണ്ടക്കൈ ഗവൺമെന്റ് LP സ്കൂളിന്റെ പരിസരത്ത് പരിശോധന തുടരുകയാണ്. ഹിറ്റാച്ചി അടക്കം ഉപയോഗിച്ചുകൊണ്ടുള്ള തിരച്ചിലാണ് ഇവിടെ പുരോഗമിക്കുന്നത്. ഈ സ്കൂളിന്റെ പിറകുവശത്തുള്ള ഒരു ഗ്രൗണ്ടാണ് ഇത്. ഈ ഗ്രൗണ്ട് ഏതാണ്ട് പൂർണ്ണമായും തന്നെ മണ്ണ് നിറഞ്ഞ ചളി നിറഞ്ഞ അവസ്ഥയിലാണ്. ഇതിന് തൊട്ട് മുകളിലായി നിരവധി പാടികൾ ഉണ്ടായിരുന്നു. ആ പാടികൾ പൂർണ്ണമായും ഈ ഉരുൾപൊട്ടലിൽ നശിച്ചിട്ടുണ്ട്. ഈ പാടികളിൽ ഉള്ള ആളുകളൊക്കെ തന്നെ ഇവിടെ കുടുങ്ങിക്കിടക്കാൻ സാധ്യതയുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ ഹിറ്റാച്ചി ഉപയോഗിച്ച് നടത്തിയ പരിശോധനയിലാണ് ഇവിടെ ബൈക്കുകളടക്കം ഇപ്പോൾ കണ്ടെത്തിയിട്ടുണ്ട്. ഇത്തരത്തിൽ ഈ മണ്ണിനടിയിൽ കൂടുതൽ സാധനങ്ങൾ ഉണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. കൂടുതൽ മനുഷ്യർ ഇവിടെ കുടുങ്ങിക്കിടക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ഇവിടെ ഒരു സ്കൂളിനോട് ചേർന്നുള്ള ഒരു ഇരുമ്പ് പാലമായിരുന്നു. ഈ പുഴയുടെ മറുഭാഗത്തേക്ക് പോകാനുള്ള ഒരു ഇരുമ്പ് പാലമുണ്ടായിരുന്നു. നമുക്കൊപ്പം പ്രദേശവാസിയായ ഈ ഭാഗം പരിചയമുള്ള നിസാർ ചേരുന്നുണ്ട്. എങ്ങനെയാണ് ഈ ഭാഗത്ത് എങ്ങനെയുള്ളൊരു മേഖലയായിരുന്നു? ഇവിടെ കൂടുതൽ ആളുകൾ ഇവിടെ കുടുങ്ങിക്കിടക്കാൻ സാധ്യതയുണ്ടോ? അതെ, ഇവിടെ ഒരു വീടായിരുന്നു. അതിൻ്റെ ഇവിടെ ഒരു 3 ലൈൻ പാടി ഉണ്ടായിരുന്നു. ഇത് കംപ്ലീറ്റ് സ്കൂളിൻ്റെ ഗ്രൗണ്ടാണ്. ഇത് ഈ എൻ്റെ വരെ കഴിഞ്ഞിട്ട് ഇവിടെ ഒരു ഇരുമ്പിൻ്റെ പാലുണ്ടായിരുന്നു. അതിനപ്പുറത്താണ് നമ്മളെ പ്രോപ്പർട്ടി. ഈ പാടികളിലുള്ളവർ കുറേ നിരവധി ആളുകൾ ഉണ്ടായിരുന്നു. എങ്ങനെയാണ് ഒരു കണക്കുണ്ടായിരുന്നു? കണക്ക് കറക്റ്റ് അറിയില്ല. ഇവിടെ പുറത്ത് കുറേ ആൾക്കാരുണ്ടായിരുന്നു. ഇവിടെ അന്യസംസ്ഥാന തൊഴിലാളികളുണ്ടായിരുന്നു. ഇവിടെ ഇവരെയൊക്കെ മലയാളീസ് നമുക്ക് അറിയുന്ന ആൾക്കാരായിരുന്നു. അവർക്ക് കിട്ടിയിട്ടുണ്ട്. പക്ഷെ ഇവിടെ പാടിയിൽ എത്ര പേരുണ്ട് എന്നൊന്നും കറക്റ്റ് അറിവിട്ടിട്ടില്ല. ഈ ഭാഗത്തുള്ള തെരച്ചിൽ സ്വാഭാവികമായിട്ടും ഈ പാടിയിലുള്ള ആൾക്കാരായിരിക്കും ഇവിടെ കുടുങ്ങി കിടക്കാൻ സാധ്യത. തീർച്ചയായും. അതുപോലെ മറുഭാഗത്തെ അവസ്ഥ എന്താണ് ഈ സ്കൂളിന്റെ? ഇപ്പോൾ ആ കാണുന്ന അവിടെ ഒരു 4 വീടുകൾ ഉണ്ടായിരുന്നു. അവരൊക്കെ കിട്ടിയിട്ടുണ്ട്, ഓടിയിട്ടിട്ടുണ്ട്. പക്ഷേ ഈ സൈഡിലുള്ള കുറേ ആൾക്കാർ ഇപ്പോഴും മിസ്സിംഗ് ആണെന്നാണ് പറയുന്നത്. ഈ പാടിയിലുള്ള കുറേ ആൾക്കാർ. ഈ ഭാഗത്തൊക്കെ ഇന്നലെ കാര്യമായ പരിശോധന ഉണ്ടായിരുന്നോ? അല്ല, കാര്യമായിട്ടൊന്നും ഇവിടെ നോക്കിയിട്ടില്ല. അപ്പോൾ അവിടെ ജസ്റ്റ് അവിടെ ഇങ്ങനെ നോക്കി പോയിട്ടുള്ളൂ. അപ്പോൾ അതിനോട് 2ാമത് ഹിറ്റാച്ചി കൊടുത്തിട്ട് അവിടെ ഒന്നും കൂടി നോക്കിപ്പിക്കുകയാണ്, സെർച്ച് ചെയ്ത്. ഈ പാലം നേരത്തെ പുനർനിർമ്മിച്ചൊരു പാലം തോന്നുന്നു. അതെ. കഴിഞ്ഞ മുമ്പത്തെ പ്രളയത്തിന് അവിടെ ഒരു മരപ്പാലം ഉണ്ടായിരുന്നു. അത് പൊളിഞ്ഞിട്ട് 2ാമത് ഒരു ചെറിയ നടപ്പാലമായിട്ട് കെട്ടിയ പാലമായിരുന്നു. അത്തരത്തിലാണ് ഈ കാണുന്ന വഴി. ഇതൊരു റോഡാണ്. ഇതിനുശേഷം ഒരു ഇരുമ്പു പാലമാണ്. ഈ പുഴയ്ക്ക് മീതെയുള്ള ഒരു ഇരുമ്പു പാലമാണ്. ഈ ഇരുമ്പ് പാലം പൂർണ്ണമായും തകർന്നിട്ടുണ്ട്. ഇതിൻ്റെ ഇരുവശത്തുമുള്ള നിരവധി വീടുകൾ തകർന്നിട്ടുണ്ട്. സ്കൂളിൻ്റെ ഒരു ഭാഗം തകർന്നിട്ടുണ്ട്. സ്കൂളിനുള്ള ചേർന്നുള്ള ഈ ഒരു ഗ്രൗണ്ടിലാണ് ഇപ്പോൾ പരിശോധന നടക്കുന്നത്. ഇവിടെയാണ് ഹിറ്റാച്ചി ഉപയോഗിച്ച് പരിശോധന നടത്തുന്നത്. ഇതിന് തൊട്ട് മുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇതിൻ്റെ തൊട്ട് മുകളിലായി നിരവധി പാടികളുണ്ട്. ഇതിൽ 2ഓ 3ഓ പാടികൾ പൂർണ്ണമായും നശിച്ചിട്ടുണ്ട് മനസ്സിലാക്കുന്നത്. ഇത് സംബന്ധിച്ചൊരു കൃത്യമായ കണക്കുകൾ ലഭ്യമല്ല. ഈ പാടികളിൽ എത്രത്തോളം തൊഴിലാളികൾ ഉണ്ട് എന്ന കാര്യത്തിലും ഒരു വ്യക്തതയില്ല. ഇതര സംസ്ഥാന തൊഴിലാളികളടക്കം നിരവധി പേരാണ് ഈ പാടികളിൽ ഉണ്ടായിരുന്നത്. ചെറിയ കുഞ്ഞുങ്ങളടക്കം നിരവധി പേർ അവിടെ ഉണ്ടായിരുന്നു എന്ന് പ്രദേശവാസികൾ തന്നെ പറയുന്നുണ്ട്. എന്തായാലും ഇന്ന് നടക്കുന്ന ഈ തിരച്ചിലിൽ ഈ മേഖലയിലുള്ള ഈ പാടികളിലുള്ള ആൾക്കാരെ അടക്കം കണ്ടെത്താൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് ഹണി തങ്കപ്പനൊപ്പം റിപ്പോർട്ടർ അർജുൻ മട്ടന്നൂർ, ഇൻ റിപ്പോർട്ടർ, വയനാട്.